ഇഹ്റാം കെട്ടാൻ വേണ്ടി പോകാനായിട്ട് ഒരു വണ്ടി കിട്ടിയത്. ആയിഷപ്പള്ളിയിലേക്കാണെന്ന് പറയുമ്പോഴത്തേക്കും ഒറ്റ വണ്ടികളും നിർത്തുന്നുണ്ടായിരുന്നില്ല. കാരണം അവിടുത്തെ തിരക്ക് തന്നെയാണ്. അവസാനം നമുക്ക് കിട്ടിയത് ഒരു പാകിസ്ഥാനിയുടെ വണ്ടിയാണ് കേട്ടോ. ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ അത് പോസിബിൾ അല്ല, പക്ഷേ ഒരു നല്ല ഒരു പാകിസ്ഥാനി ഡ്രൈവറുടെ വണ്ടിയാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മൾ അതിൽ കയറിയിട്ട് വന്ന് ആയിഷപ്പള്ളിയിൽ ഇറങ്ങി. ഇതാണ് കേട്ടോ ആയിഷപ്പള്ളി. ഇവിടാണ് നമ്മൾ ഇഹ്റാം കെട്ടാൻ വേണ്ടിയിട്ട് വന്നിട്ടുള്ളത്. എല്ലായിടവും നല്ല പകൽ പോലെ വെട്ടമാണ്. പകൽ രാത്രി എന്നുള്ള ഒരു വ്യത്യാസം ഒന്നുമില്ലാതെ തന്നെ നമുക്കൊരു ടോർച്ച് ലൈറ്റ് പോലും ഇല്ലാതെ സുഖമായിട്ട് നടക്കാം. രാത്രിയെന്നോ പകലെന്നോ ഉള്ള വ്യത്യാസം സ്ത്രീകൾക്കും പുരുഷന്മാർക്കും ആർക്കും അങ്ങനെ ഒരു ഭേദഗതി ഇല്ലാത്ത ഒരു നാടായതുകൊണ്ട് തന്നെ സമാധാനത്തോടെ നമുക്ക് കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റും. നമ്മൾ ഉംറയ്ക്ക് വേണ്ടിയിട്ട് നിയത്ത് വെച്ച് നമസ്കരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആയിഷപ്പള്ളിയിലേക്ക് പോകുന്നത്. അവിടെ നിന്നിട്ട് നമ്മൾ 2 റക്അത്ത് നമസ്കരിച്ചിട്ടാണ് ഇഹ്റാം കെട്ടുന്നത്. ഇഹ്റാം കെട്ടുക എന്ന് പറഞ്ഞാൽ നമ്മൾ നിയത്ത് വെക്കുന്നതിനാണ് കേട്ടോ ഇങ്ങനെ പറയുന്നത്.